ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോജോ ജോണി. ഞാൻ മിക്കവാറും എല്ലാ സിനിമകളും കാണുകയും അത് ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ നാളുകളിൽ ഓണത്തിൻ്റെ സമയങ്ങളിൽ ഇറങ്ങിയ ഒപ്പം എന്ന സിനിമ അത് കാണാനായിട്ടിടയായി. വളരെ നല്ലൊരു സിനിമയാണ്. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടുകൾ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു പുതിയ തിരിച്ചുവരവ്. ജനങ്ങളെല്ലാം വളരെ ആകാംക്ഷയോടെ എന്തായിത്തീരും അല്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ മറുപടിയിലൂടെയാണ് സിനിമയുടെ കടന്നുവരവ്. വളരെ നല്ല കുറേ നല്ല നിമിഷങ്ങൾ നൽകിക്കൊണ്ട് ഒരു നല്ലൊരു സിനിമ. കാരണം അടുത്ത കാലത്തൊക്കെ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും നല്ലതല്ലെങ്കിൽ പോലും ഒരു ഏവറേജിൽ കൂട്ടാവുന്ന, എന്നാൽ ഒരു പടി സ്റ്റെപ്പ് മുന്നോട്ട് കയറി വരാവുന്ന, പ്രത്യേകിച്ച് പ്രിയദർശൻ്റെ ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ ഉള്ളിലുള്ള ചില ഇമാജിനേഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പോയിരിക്കുന്ന നല്ലൊരു സിനിമ. അതുമാത്രമല്ല, അതിന് ഏറ്റവും വലിയ ഒരു പ്രത്യേകത, മിക്കവാറും പടങ്ങളിൽ കാണുന്ന ചില കോമഡി രംഗങ്ങൾ പ്രിയദർശൻ്റെ പടങ്ങളിൽ കാണുന്ന ആ ഒരു സെയിം കാറ്റഗറി വന്നിട്ടുണ്ടെങ്കിലും അവസരോചിതമായിട്ട് വരുമ്പോൾ അത് ഒരിക്കലും അതിൻ്റെ തമാശയുടെ അല്ലെങ്കിൽ മുൻപ് കണ്ട രീതിയുടെ ഒരു പകർപ്പാണല്ലോ എന്നുള്ള തോന്നലിൽ നിന്ന് ശരിക്കും സിറ്റുവേഷനിൽ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് ആ കോമഡി ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ തമാശകളൊക്കെ നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട്. പിന്നെ അതിലത്തെ ചില സീക്വൻസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഛായാഗ്രഹണം നടത്തിയിരിക്കുന്നത് വളരെ കൊച്ചിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് സ്ഥലം എനിക്ക് ക്ലിയർ അല്ല, എങ്കിൽ പോലും അതിൻ്റെ ഒരു ഈവനിങ് ഷോട്ട് കാണിക്കുന്നുണ്ട്. ആ ഷോട്ടൊക്കെ എടുത്തിരിക്കുന്നത് ശരിക്കും നമ്മൾ ആ ഒരു ഷോട്ട് കാണുമ്പോൾ തന്നെ നമ്മളറിയാതെ തന്നെ നമ്മൾ ചില നായകന്മാരൊക്കെ ഇടികൂടുമ്പോൾ അല്ലെങ്കിൽ ചില അഭിനയം കാണുമ്പോൾ നമുക്കൊരു നായകനായാൽ എന്ന് തോന്നും എന്ന് പറയുമാറ് അതിലത്തെ ഒരു ഷോട്ട്, ഒരു ഈവനിങ് സമയത്തൊരു ഷോട്ടാണ്. ഒരു പുഴയുടെ അല്ലെങ്കിൽ പുഴയുടെയൊക്കെ ഒരു റോഡും പുഴയൊക്കെയായിട്ട് ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു സീനാണ്. ഭയങ്കര ലോങ് വൈഡ് ഷോട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതിൻ്റെ ബ്യൂട്ടി കാണുമ്പോൾ നമ്മളറിയാതെ നമ്മൾ ചിന്തിച്ചും നമുക്കൊരു ക്യാമറമാൻ ആയിപ്പോയാൽ എന്ന് പോലും ചിന്തിച്ച് പോകാവുന്ന രീതിയിലുള്ള ഒരു നല്ല കുറേ ഷോട്ട്സുകൾ. അതുപോലെ തന്നെ വില്ലൻ മഴയത്ത് നടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഷൂവിൽ നിന്ന് വരുന്ന അതിൻ്റെ വെള്ളത്തുള്ളികളൊക്കെ ഷൂവിൽ നിന്ന് തെറിച്ച് പോകുന്ന ഒരു സ്പെഷ്യൽ നല്ല ഭംഗിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് എടുത്തിരിക്കുന്നു. അതിൻ്റെ ക്യാമറ ഭാഗം നോക്കുമ്പോഴും ഒത്തിരി നല്ല, നമുക്ക് ശരിക്കും അത് ആസ്വദിക്കുന്നവർക്ക് നല്ലൊരു ആശയത്തിന് അല്ലെങ്കിൽ നല്ലൊരു തുടക്കത്തിന് ഒരു പ്രതീക്ഷ കൊടുക്കാവുന്ന രീതിയിലുള്ള ഫോട്ടോഗ്രാഫി. അതിനൊക്കെ പുറമെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഒരു 4 കൂട്ടുകാരാണ് ഇപ്രാവശ്യം അതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. സാധാരണ നമുക്ക് പ്രിയദർശൻ സാറിൻ്റെ പടങ്ങളിൽ കാണുന്ന അതിനേകം മ്യൂസിഷ്യന്മാരുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു 4 പുതിയ ആളുകളാണ് ഇപ്രാവശ്യം മ്യൂസിക് ഡയറക്ഷൻ നടത്തിയിരിക്കുന്നത്. അതിലൊരാൾ എൻ്റെ നല്ലൊരു ഫ്രണ്ട് കൂടിയാണ്. അപ്പോൾ ആ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും സിനിമയ്ക്ക് ആവശ്യമായ ഒരു മ്യൂസിക് എന്ന് മാത്രമല്ല, ഒരു 4 പേരുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ നിന്ന് വന്നിട്ടുള്ള സോങ്ങുകളൊന്നും തന്നെ കയ്യിൽ നിന്ന് പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ ശ്രേയക്കുട്ടി ആലപിച്ചിരിക്കുന്ന മിനുങ്ങും മിന്നാ മിനുങ്ങും എന്നുള്ള സോങ് വളരെ മനോഹരമായിരിക്കുന്നു. അടുത്ത കാലത്ത് കുറേ നാളുകളായിട്ട് എം ജി സാറിൻ്റെ ശബ്ദാധികം പാട്ടുകളിൽ ഇപ്പോൾ പുതിയ ഒത്തിരി കലാകാരന്മാർ വന്നതുകൊണ്ട് പിന്നെ സിനിമയ്ക്ക് ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമകൾക്ക് വോയിസ് മാച്ചിങ് കപ്പാസിറ്റി ഒന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ തന്നെ പലരും ഇപ്പോൾ ലാലേട്ടന് കൊടുക്കുന്ന സൗണ്ട് ചിലപ്പോൾ ഒരു ചെറിയ പയ്യൻ പാടുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു കാറ്റഗറിയിലേക്ക് വന്നു. കാരണം ഇപ്പോൾ ലിപ് മൂവ്മെൻ്റുള്ള പാട്ടുകൾ വളരെ കുറവായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആൾ തന്നെ പാടാൻ നിർബന്ധമൊന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷേ ഇവിടെ നമുക്ക് പഴയ നമ്മുടെ ഓർമ്മകളിലേക്ക് ബാക്കിലേക്ക് കൊണ്ടുപോകാവുന്ന രീതിയിൽ, പ്രത്യേകിച്ച് എനിക്ക് ഈ പാട്ടുകളും അതിൻ്റെ ശൈലികളും കുറച്ച് കഴിയുമ്പോൾ മിന്നാരം പടത്തിലെ സോങ്ങുകൾ ഒരു സംഭവത്തിലേക്ക് എനിക്ക് തോന്നി. അതിൽ മിനുങ്ങും മിന്നാ മിനുങ്ങും എന്നുള്ള സോങ് വളരെ മനോഹരമായിരിക്കുന്നു. പക്ഷേ എനിക്ക് അതിനേക്കാളും കൂടുതൽ ആ പാട്ടാണ് ഏറ്റവും കൂടുതൽ ഹിറ്റായി എല്ലാവരുടെ ഉള്ളിലേക്കും കയറിയതെങ്കിലും എനിക്ക് അതിനേക്കാളും കൂടുതൽ അതിൻ്റെ ഫസ്റ്റ് പാട്ട് ചിന്നമ്മ അടിയെന്നെ കണ്ണമ്മ, ആ പാട്ട് വളരെ മനോഹരമായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സോങ്ങാണ്. കാരണം വെച്ചാൽ അതിൻ്റെ പ്രോഗ്രാമിംഗ് ലെവലും അതിൻ്റെ പാടിയ ശൈലിയും ശരിക്കും അത് ലാലേട്ടൻ അതിൻ്റെ ലിപ്പൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഫീലാണ്. എന്ന് മാത്രമല്ല, തുടക്കം തന്നെ ഓഡിയൻസിനെ ശരിക്കും മനസ്സുകൊണ്ട് ഒപ്പം എന്ന സിനിമയോട് ഒപ്പം ഇരുത്താനായിട്ടുള്ള രീതിയിലുള്ള നല്ല മ്യൂസിക് കമ്പോസിഷൻ വളരെ മനോഹരമായിരിക്കുന്നു. 2 പാട്ടുകളാണ് ശരിക്കും അതിനകത്ത്, 3 പാട്ടുകളാണ് ശരിക്കും അതിനകത്ത് സിനിമയിൽ വരുന്നത്. അതിനപ്പുറത്തും 2 പാട്ടുകളുണ്ട്. അത് കേട്ടിരുന്നു. അത് സിറ്റുവേഷനിൽ അത് സിനിമയിൽ വന്നിട്ടില്ല ഒരു പാട്ട്. പക്ഷേ മറ്റു പാട്ടിലൊക്കെ തന്നെ സിനിമയിൽ. പിന്നെ പഞ്ചാബി സോങ് അത് പിന്നെ സാധാരണ നോർമൽ കേൾക്കുന്ന ഒരു പാറ്റേൺ ആണ്. പക്ഷെ മനസ്സിലങ്ങനെ
വലിയ സംഭവമായിട്ടൊന്നും ഇരിക്കാവുന്ന ഒരു സോങ് എന്ന് പറയാവുന്നില്ല. കാരണം ആ കാറ്റഗറിയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് മിക്കവാറും നമ്മൾ കേൾക്കുന്ന ഒരു സംഭവം. പക്ഷേ ഈ രണ്ട് സോങ്ങും വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. പുതിയതായിട്ട് കടന്നു വന്നിരിക്കുന്ന 4 കൂട്ടുകാർക്കും ഇതിൽ നല്ല അഭിനന്ദനം അർഹിക്കാവുന്നത് തന്നെ, അതിന് അഭിനന്ദനം അർഹിക്കാവുന്ന രീതിയിലുള്ള പ്രകടനമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ സിനിമയുടെ കുറിച്ച് നല്ലത് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അതിൻ്റെ ബാക്കിലേക്ക് പോകും തോറും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ശേഷമുള്ള സീനുകളിൽ അവസാനത്തേക്ക് പോകും തോറും കുറേ ക്ലൈമാക്സിലേക്ക് എത്തിക്കാനായിട്ട് കുറേ വലിച്ചഴച്ച് കൊണ്ടുപോയ ഒരു സീക്വൻസ്, അങ്ങനത്തെ ഒരു ശൈലി തോന്നിപ്പോയി. ബാക്കിലേക്ക് വലിച്ചഴച്ച് എങ്ങനെയോ പടം അവസാനിപ്പിക്കാനുള്ളൊരു തിരക്കല്ല, സോറി, അവസാനിപ്പിക്കണം, പക്ഷേ സമയത്തിലേക്ക് കൊണ്ടെത്തിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നുപോയി. കാരണം അത് ഇങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അവസാനം വില്ലനെ കൊല്ലുന്ന ശൈലിയൊക്കെ അത് നമുക്കൊന്നും പെട്ടെന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യങ്ങളല്ല. കാരണം വെച്ചാൽ ഇത് അമാനുഷികത എന്ന് പറയുന്നില്ല, വളരെ നാച്ചുറലായിട്ടൊരു കൊലപാതകമാണ് നടക്കുന്നതെങ്കിലും അതിനകത്ത് അത് നമുക്ക് ചിന്തിക്കാം. ക്ലൈമാക്സിനെ കുറിച്ച് അധികം പറയുന്നില്ല, പക്ഷേ എങ്കിൽ പോലും നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. ആ ഒരു ചെറിയൊരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരവസ്ഥ. അപ്പോൾ അത് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. കാരണം വെച്ചാൽ അതൊരു ലാസ്റ്റ് സീക്വൻസിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് വലിപ്പിച്ചു, വേറെ കുറേ മാർഗ്ഗങ്ങളുണ്ടായിരുന്നു എന്നൊരു തോന്നൽ വന്നിരുന്നു. നല്ല അവസരങ്ങൾ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയിലേക്ക് എത്തിച്ച, പക്ഷേ അതവിടെ ഒന്നും വലിയ സംഭവമല്ലാത്ത രീതിയിലാക്കി തീർത്ത പോലെ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ അതിൽ ഒരു സീക്വൻസിൽ എല്ലാവരെയും കൊന്നു കടന്നു പോകുന്നൊരു നായകനെയാണ് കാണിക്കുന്നത്. പക്ഷേ അവസാനത്തിൽ ഒരു കാര്യം കാണുമ്പോൾ തോന്നിപ്പോവും, ചില കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം നമുക്ക് ജനങ്ങൾക്ക്, ഓഡിയൻസിന് പ്രതീക്ഷ കൊടുക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ പോലെ ചില കാര്യങ്ങളൊക്കെ തോന്നി. പക്ഷെ അത് ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ആ മൂഡിൽ തന്നെ പോകുമ്പോൾ അത് പ്രശ്നമില്ലായിരുന്നു. കാരണം ഇതിന് മുൻപുള്ള പ്രിയദർശൻ ഫിലിമുകളൊക്കെ നഷ്ടങ്ങളിലൂടെ വലിയ ലാഭങ്ങൾ ഉണ്ടാക്കിയ പടങ്ങളാണ് പലപ്പോഴും. എന്ന് പറഞ്ഞാൽ നായക കഥാപാത്രങ്ങൾക്ക് കുറേ നഷ്ടങ്ങളുണ്ടായിട്ട് അതിലൂടെ എല്ലാ പടങ്ങളും വളരെ ഹിറ്റിലേക്ക് എത്തിച്ച ഒരു സംവിധായകനാണ് ശ്രീ പ്രിയദർശൻ സാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അത്രയും വലിപ്പിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. പക്ഷെ എന്നാലും അതൊരു കുറ്റമെന്ന് പറയുന്ന രീതിയൊന്നുമില്ല. മൊത്തത്തിൽ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ആസ്വദിച്ച് ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ധൈര്യമായിട്ട് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോയിരുന്ന് കാണാം. വൾഗറായിട്ടുള്ളൊരു സീനോ വൾഗറായിട്ടുള്ള സംസാരങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല കുടുംബ ചിത്രം. എന്തായാലും അതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഒപ്പമായിരുന്ന എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. ഗുഡ് ലക്ക്.